ഇന്നത്തെ ദിവസവും പോയി, സമയം പോയി. പണ്ട് ഈ ഒഡീഷ നടക്കുന്ന ഇവിടെ എന്റെ ദിവസവും പോയി, സമയം പോയി. 10,000 പേരുണ്ട്. ഏത് സിനിമ ഏതാണെന്ന് അറിയാമോ? അലയം ബാജു പറഞ്ഞാൽ വന്നേക്കുന്നത്. അല്ല, അകത്തോട്ട് കയറിയില്ല. അച്ഛൻ അവിടെ പുറത്തോട്ട് വന്നത്, അതുകൊണ്ട് ചോദിച്ചാ. ഒന്ന് പറയാം ആശാനെ. മയിലിനെ തപ്പുന്ന വേടൻ. ഞാൻ പിന്നെ ഇവിടെ ഒരു രക്ഷയില്ലടാ. 10,000 പേരുടെ അടുത്ത് വന്നിരിക്കുകയെ. ഷൂട്ട് ഇന്ന് പിന്നെ ഓഡീഷൻ നടക്കുമെന്ന് അറിയില്ല. നീ എപ്പോഴെങ്കിലും വന്നാൽ മതി. ഞങ്ങളൊരു ആകെ ബോറടിച്ചു, ഒരു ചായ കുടിച്ചൊക്കെ ഇരിക്കാമെന്ന് തന്നെ. എന്ത് ആൾക്കാർ നിൽക്കുകയാണ്. അവർ പാസ്സാകും, നമ്മൾ പാസ്സാകുക. ഞാൻ പുറത്തേക്ക് പോകല്ല. നമ്മളെക്കാട്ടിലും വലിയൊരു ജീവിയാണല്ലോ വരുന്നത്. നമുക്ക് പറ്റിയ 2 കമ്പനികളാണല്ലോ ഒന്ന് മുട്ടി നോക്കാം. ഓടുന്ന അമ്മാവാ അവിടെ ഞാൻ സാറിന്റെ കണ്ടോ ഈ സിനിമയുടെയൊക്കെ സാർ ഇതിന്റെ ആരാണ്? ഡയറക്ടർ, പ്രൊഡ്യൂസറാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചവരല്ല? ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. ഞങ്ങളിവിടെ ഒരു കോടിയിലൊരു പ്രൊഡ്യൂസർ വന്നാണ് സാറേ. അപ്പൊ ഞാനോ നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അഭിനയിക്കാൻ ഓ, നായകൻ. ഈ പടത്തിന് പേരെന്താന്ന് പറഞ്ഞു? മയിലെണ്ണ തപ്പുന്ന വേടൻ. അപ്പൊ വേടൻ ചന്ദ്രൻ. ഏതാ വേടനാണോ ഈ വേട്? ഈ വേടനാണ് ആ വേടൻ. നമ്പരൊക്കെ അവിടെ കിട്ടും. ഇതിനകത്ത് കിട്ടില്ല. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പ്രൊഡക്ഷൻ കൺട്രോൾ പഠിക്കുക. എന്നാ പോയിട്ട് അങ്ങോട്ട് ഉച്ചയിട്ട് വരാം. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ പേരെന്താണ്? കുറുമ്പനാണ്. വേണു കുറുമ്പനാണ്. അതില്ല, വേണു കുറുമ്പനാണ്. ഉറപ്പായി കിട്ടും. നമുക്ക് ലൊക്കേഷൻ എവിടെ കാണും? ഇപ്പൊ ലൊക്കേഷനല്ല, ആ ക്രൗഡിനിടയിൽ കാണും. അല്ല, നമുക്ക് നോക്കാം. ഈ പള്ളിപ്പെരുന്നാളിന്റെ ഇടയ്ക്ക് വെച്ച് ആ പ്രൊഡക്ഷൻ കൺട്രോളർ എങ്ങനെ കണ്ടെത്തി? അയാളുടെ പേരെന്താ പറഞ്ഞു? ആ പേരെന്താ? വേണു കുറുമ്പനാട്. വേണു കുറുമ്പനാട്. എങ്ങനെ കണ്ടുപിടിക്കുക? വേണു കുറുമ്പനാട് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നമുക്ക് നോക്കാം. കുറുമ്പനാണോ എന്തായാലും വേണ്ട, കണ്ടെത്തി വെക്കും. കുറുമ്പനാട്, വേണു കുറുമ്പനാട്, കുറുമ്പനാട്, വേണു കുറുമ്പനാട്. വേണു കുറുമ്പനാട് ഇവിടെ എത്തിയ കൊല്ലാനല്ലടാ, നിക്കടാ. ഇവന്മാരെന്തിനാ എന്റെ പുറകെ തന്നെ? വല്ല ഭക്ഷണം വേണോ? കൊല്ലാനല്ല, നിക്കടാ. അയ്യോ കൊല്ലാനല്ല, വളർത്താനാടാ. ഇന്ന് ഡേറ്റില്ല, നാളെ തരാം. അല്ലെങ്കിൽ ഇന്നലെ സാറേ, ഞങ്ങൾക്കൊരു അവസരം. സാറേ, ഞങ്ങൾക്കൊരു അവസരം തരും. അവനിക്ക് ഞാൻ പാട്ട് പാടാം. പ്രാവേ പോകരുത്, വാക്കൂട്ടിനകത്താക്കാം പാലും പഴവും. സാറേ, ഞാൻ പോലീസായിട്ടും അഡ്വക്കേറ്റായിട്ടൊക്കെ പല സിനിമയിലും കണ്ടിട്ട് തോന്നുന്നുണ്ട്. ശരിയാണ്. നന്ദി സാറേ. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാണെങ്കിൽ നമുക്ക് നല്ലപോലെ അഭിനയിക്കാൻ സാർ. ശരി, നോക്കാം. ഞാൻ എന്ത് വേണം ചെയ്യും. ചായ അടിക്കും, തെങ്ങ് കയറും, മീൻ പിടിക്കും. അതെ, എല്ലാം അറിയാം. ഇതിനകത്ത് എന്ത് വേണമുള്ള പരിപാടി ഞാൻ ചെയ്യും. അറിയാമോ? ചോറോ? ആ കറി ആര് വിളമ്പും? കറി ഞങ്ങൾ വിളമ്പും. കറി നിങ്ങൾ വിളമ്പും. എങ്കിൽ നീ സെലക്ട് ചെയ്യും. ചേട്ടൻ സാമ്പാർ ഇളക്കി വിളമ്പോ? അയാളൊക്കെ വിളമ്പോലെ. എന്നാ ചേട്ടനും ഓക്കെ. ഓക്കെ, താങ്ക് യു. ഞാനും സാറേ, എനിക്കൊരു എന്തെങ്കിലും അച്ചാറ് അതൊന്നും എനിക്കറിയില്ല. ഇല്ല, ഇതൊക്കെ കഴിക്കാറിയാമോ? അത് എന്നാ അവിടെ നിൽക്ക് പറയാം. അപ്പൊ സിനിമയിൽ അവസരമില്ലേ? സിനിമയിലല്ല, ഇത് പ്രൊഡക്ഷൻ അല്ലേ? ഞാൻ പ്രൊഡക്ഷൻ അല്ലേ? പ്രൊഡക്ഷനാ? ആ
ഭക്ഷണം ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതാ. ആ അപ്പൊ അതുപോലെ അറിയാതെ അഭിനയിക്കാൻ വന്നേക്കണം. അയ്യോ, വീണ്ടും ഞാനും അഭിനയിക്കാൻ വന്നതാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ ആയി നിൽക്കണേ ഉള്ളൂ. പടികൾ കുറെ കയറാനുണ്ട്. അപ്പൊ ഓഡിഷന്റെ സമയം പോയി അഭിനയിക്കാൻ വന്ന പ്രൊഡക്ഷൻ കൺട്രോളിന്റെ അടുത്തുനിന്ന് വിളമ്പേണ്ട അവസ്ഥയാണ്. നമ്മൾ കേട്ടറിങ്ങിന് പണിക്ക് പോയാൽ മതിയായിരുന്നു.